Hi, welcome to Talk with Nita Promi. ക്രിക്കറ്റ് പ്ലേയേഴ്സിലൊക്കെ കുറേ ഇങ്ങനെ ഇഞ്ചുറീസ് കാണാറുണ്ട്. സ്വില്ലിംഗ് ഉണ്ടെങ്കിൽ MRIയിൽ ക്ലിയർ ആവില്ല എന്നുണ്ടോ? നിങ്ങൾ ചൂട് പിടിക്കരുത്, നിങ്ങൾ ഐസ് പാക്സ് വെക്കും. ഏതെങ്കിലും ഒരു ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ട് ഒരു സൈഡിലേക്കോ പോകാനുള്ള സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെല്ലാവരും സ്പോർട്സിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മട്ടാഞ്ചേരി സംഗീത് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നിതിൻ പ്രഭു ആണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളിൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി ഹ്യൂമൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അപ്പോൾ സ്പോർട്സിൽ തന്നെ നമുക്ക് എക്സ്റ്റെൻസീവ് മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത് എല്ലാ സ്പോർട്സിലും. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇഞ്ചുറി പ്രോണാണ്. അപ്പോൾ സ്പോർട്സ് കളിക്കുന്ന ഒരാൾക്ക് ഇഞ്ചുറി വരില്ല, അല്ലെ ഇഞ്ചുറി ഇല്ലാത്തൊരു സ്പോർട്സ് ഇല്ല. അപ്പോൾ എല്ലാ ജോയിൻസും ഇൻവോൾവ് ആവുന്ന സ്പോർട്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാസ്കറ്റ് കോൺടാക്ട് സ്പോർട്സ് എന്ന് പറയും, അതിന് ഇഞ്ചുറീസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ ജോയിൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവും. മെയിൻ കോമൺ ആയിട്ട് നമ്മൾ നീയും ഹിപ്പും ആങ്കിളും ഒക്കെയാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ബോളറാണ്, ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇഞ്ചുറീസും കോമൺ ആണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഷോൾഡർ ഇഞ്ചുറീസിൽ കോമൺ ആണെന്ന് പറയുമ്പോൾ എന്താ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഇഞ്ചുറി ആയിരിക്കും? അപ്പോൾ ഷോൾഡറിൽ കുറേ ഇഞ്ചുറീസ് ഉണ്ട്. ഇപ്പോൾ കഫ് ഇഞ്ചുറീസ് ഉണ്ട്. കഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ മസിൽസ് ആണ്. ഷോൾഡർ മസിൽസിന് ഇഞ്ചുറി വരാം. അകത്ത് സ്മോൾ ലിഗമെൻറ്റ്സ് ഉണ്ട്, അതിന് ഇഞ്ചുറി വരാം. ഈ ലേബ്രം എന്ന് പറയും ഇഞ്ചുറി ഉണ്ടാകും. ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് വരാം. ചില കോൺടാക്ട് റഗ്ബി പോലത്തെ സ്പോർട്സ് വിച്ച് ഇസ് വെരി നോട്ട് കോമൺ ഇൻ ഇന്ത്യ, ബട്ട് കബഡി ഇപ്പോൾ വെരി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് സ്പോർട്സ്, ഒരാൾ മറ്റാളുടെ മേത്ത് വീഴുമ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, അങ്ങനെ അതിൽ ലേബ്രം വരാം. പിന്നെ സ്ലാപ്പ് ലീഷൻസ് എന്ന് പറഞ്ഞ ലീഷൻസ് ഉണ്ട്. ഈ ലേബ്രം തന്നെ ടയറായിട്ട് ഈ ത്രോയിങ് ആം ആക്ഷൻ ഇപ്പോൾ യൂഷ്വലി ആദ്യം കണ്ടു തുടങ്ങിയത് ബേസ്ബോൾ പ്ലേയേഴ്സിലാണ് ഈ ത്രോയിങ്. ഇപ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സിലൊക്കെ കുറേ ഇങ്ങനെ ഇഞ്ചുറീസ് കാണാറുണ്ട്. ഡോക്ടർ, ഈ ഇപ്പം ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ഇപ്പോൾ നമ്മളൊരാൾ വീണു, ഈ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചു, എന്തായിരിക്കും ശരിക്കും പെയിൻ തന്നെയാണോ നമുക്ക് ആകെയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്? അതെ. അപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ എൻറ്റിറ്റിയാണ്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ പേഷ്യൻറ്റ് സിവിയർ പെയിൻ ആയിരിക്കും. ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി എന്ന് പേഷ്യൻ്റ് തന്നെ അറിയാൻ പറ്റും, ഓർ ആസ് എ സ്പോർട്സ് പേഴ്സൺ തന്നെ അറിയാൻ പറ്റും ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി എന്നുള്ളത്. ബിക്കോസ് അത്രയും ഡിഫോമിറ്റി ഉണ്ടാവും. വെച്ചാൽ കുഴ അവിടെ നിന്ന് തെന്നിക്കഴിഞ്ഞാൽ ഓൾറെഡി ഷേപ്പ് വ്യത്യാസങ്ങളുണ്ടാവും, ഷോൾഡറിന് പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഓൾറെഡി അവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു ഇഞ്ചുറി ഉള്ളതായിട്ട്. വേറെ ചെറിയ മസിൽ ടയർസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ആയിരിക്കും ഇഞ്ചുറി. കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ, ഈ രണ്ടിലും കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ അതിൽ അവർ ട്രൈ ചെയ്യില്ല കൈ പൊക്കാൻ, അത്രയ്ക്ക് സിവിയർ പെയിൻ ആയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും ആദ്യത്തെ ഒരു പ്രൊസീജിയർ? അപ്പോൾ ആദ്യം നമ്മൾ പേഷ്യൻ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു അഡ്വൈസ് കൊടുക്കുന്ന സ്പോർട്സിൽ നമ്മൾ അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രശ്നം എന്ന് വെച്ചാൽ കുറേ അവിടെ കളിക്കുന്ന എല്ലാവരും കൂടി വന്നിട്ട് കൈ വലിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇഞ്ചുറീസ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ ആദ്യം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. പെയിൻ എങ്ങനെയെങ്കിലും കുറയ്ക്കണം. പെയിൻ കുറച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് സിങ്കോപ്പ് എന്ന് പറയും. പെയിൻ സിങ്കോപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആക്ച്വലി പേഷ്യൻറ്റ് കൊളാപ്സ് ആവും പെയിൻ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം പെയിൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പെയിൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കും എന്തൊക്കെയാണ്, ഏത് ജോയിൻറ്റിലാണ്, എവിടെയാണ് പെയിൻ എന്നുള്ളത്. ആ ജോയിൻറ്റിന് അനുസരിച്ച് പിന്നെ അതിന് എക്സ്റേ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ലൊക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റേയിൽ അറിയാൻ പറ്റും ഡിസ്ലൊക്കേഷൻ. വേറെ ലിഗമെന്റ് ടയർസ് ആണ്, മസിൽ ടയർസ് ഒക്കെ ആണെങ്കിൽ എക്സ്റേയിൽ അറിയാൻ പറ്റില്ല. ബോണി ഇഞ്ചുറീസ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം എക്സ്റേ എടുത്ത് നോക്കുന്നത്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. നമ്മൾ ആ ഭാഗം അനക്കാതെ വെക്കാനുള്ള സ്ലിങ്ങോ, ഇപ്പോൾ കൈ ആണെങ്കിൽ ബാഗോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബേസിക്
ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ സോ ദാറ്റ് ആ പെയിൻ ഫർദർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എക്സ്റേക്ക് എടുക്കുക എന്നുള്ളതാണ്. എക്സ്റേ എടുത്ത് നോക്കിയിട്ടാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എക്സ്റേയിൽ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ജോയിൻറ്റ് എപ്പോഴും ആ സോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ അത് റെഡ്യൂസ് ആവാതെ പെയിൻ കുറയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ എക്സ്റേ എടുത്തു, എല്ലില് പൊട്ടലൊന്നും ഇല്ല, അപ്പൊ എന്തായിരിക്കും അടുത്ത പ്രൊസീജിയർ? സ്കാൻ ചെയ്യുവാണോ ചെയ്യുന്നത്? ഇല്ല, അപ്പൊ എല്ലിന് പൊട്ടലൊന്നും ഇല്ല നമ്മൾ പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. എന്താണ് ഇപ്പോൾ കയ്യിൽ പെയിനും സ്വെല്ലിങ് മാത്രം ഉണ്ടോ, കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചിലർക്ക് പാർഷ്യലി ചെറുതായിട്ട് പൊക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ എക്സാമിനേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ കൈ പകുതി പൊക്കാൻ പറ്റുന്നുണ്ട്, ഫുള്ളായിട്ട് പൊക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി അനാൽജസിക്സ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് പതിവ്. ഡയറക്റ്റ്ലി MRI ചെയ്യാറില്ല. അനാലിസിസ് കൊടുത്തിട്ട് ചിലപ്പോൾ അവന് സ്ലിങ് കൊടുത്തിട്ട് 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറയും. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയും. എന്നിട്ട് ഒന്നും കൂടി എക്സാമിൻ ചെയ്തിട്ട് അതിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് കൈ ഉണ്ടെങ്കിൽ പിന്നെ ലിഗമെൻറ്റ് അറിയാൻ MRI ചെയ്യേണ്ടി വരും. ബിക്കോസ് സോഫ്റ്റ് ടിഷ്യൂ എന്ത് ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും അതിന് ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ MRI ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ MRI വളരെ കോമൺ ആയതുകൊണ്ട്, MRI ഫെസിലിറ്റീസ് വളരെ കോമൺ ആയതുകൊണ്ട്, പണ്ടൊക്കെ നമുക്ക് MRI കോമൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഒരാളെ ദൂരെയൊക്കെ വിടേണ്ടി വരും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും MRI ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഫാസ്റ്റ് ലൈഫാണ്, എല്ലാവർക്കും പെട്ടെന്ന് എന്താണെന്ന് അറിയണം എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ MRI പറയാറുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ടയറാണ്, കംപ്ലീറ്റ് നമുക്ക് മസിൽ ഇഞ്ചുറി ഉണ്ട്, കൈ ഒട്ടും പോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ഡൗട്ട് സസ്പിഷൻ തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇമീഡിയറ്റ്ലി MRI വിടാറുമുണ്ട്. അപ്പോൾ ഇത് പേഷ്യൻ്റെ കണ്ടീഷൻ. എല്ലാവർക്കും വന്ന ഉടനെ എല്ലാവർക്കും MRI, ഇപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറി MRI ആണെങ്കിൽ ആക്ച്വലി അങ്ങനെ അതിൻ്റെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത കാലത്ത് റോബോട്ട് മതി, ഡോക്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിനിക്കലി നമുക്ക് ഇഞ്ചുറീസ് കാര്യങ്ങൾ കുറവാണ്, നമുക്ക് അത്രയും ഇത് തോന്നുന്നില്ല, അത്രയും സിവിയറിറ്റി ഇഞ്ചുറിയിൽ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് മരുന്ന് കൊടുത്ത് നോക്കാറുണ്ട്. ഇല്ല, ഇഞ്ചുറി സിവിയർ ആണ്, നമുക്ക് ഭയങ്കര ഇമീഡിയറ്റ് കെയർ വേണ്ട കണ്ടീഷനാണ്, ഇല്ലെങ്കിൽ അങ്ങനെ വല്ല ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി MRI വിടാറുണ്ട്. അപ്പോൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. ആക്ച്വലി സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ MRIയിൽ ക്ലിയർ ആവില്ല എന്നുണ്ടോ? ചെറിയ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് വരാറുണ്ട്, എസ്പെഷ്യലി നീയിലൊക്കെ സ്വെല്ലിംഗ് ഉള്ളപ്പോൾ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഇതിൽ MRI ഡെവലപ്ഡ് ലോട്ട്. സോ ഹൈ MRIs ഉണ്ട്. ആർത്രോഗ്രാംസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, വെച്ചാൽ ജോയിൻറ്റിനകത്ത് നമുക്ക് ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആണ് MRI ഇത്. പക്ഷേ MRI ഇനീഷ്യലി അപ്പോൾ സ്വെല്ലിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറീസ് ആണെങ്കിൽ എമർജൻസീസ് അല്ല, അൺലെസ് മൾട്ടി ലിഗമെന്റ് ഇഞ്ചുറി എന്ന് പറയും. MLK എന്ന് പറയുന്ന കണ്ടീഷൻ. മുട്ട് പല ലിഗമെന്റും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം മുട്ട് പല ലിഗമെന്റും കൊണ്ടാണ് സാധാരണ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പല ലിഗമെന്റിൽ ഒരു 3-4 ലിഗമെന്റ് ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൾട്ടി ലിഗമെന്റസ് ഇഞ്ചുറി എന്ന് പറയും. അത് പല ലിഗമെന്റ് പൊട്ടി, അപ്പോൾ മുട്ട് അൺസ്റ്റേബിൾ ആണ്, ആൾക്ക് കാല് കുത്താനൊന്നും പറ്റില്ല, മുട്ട് തെന്നിപ്പോവും, ആൾ വീണു പോവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എമർജൻസി MRIക്ക് വിടാറുണ്ട്. എമർജൻസി MRI വിട്ടിട്ട്, ബിക്കോസ് അത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണ്ട കണ്ടീഷനാണ്. നീ ഡിസ്ലൊക്കേഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ മെയിൻലി ഇത് കാണുന്നത് സ്പോർട്സിനെക്കാട്ടും ഹൈ കോൺടാക്ട് സ്പോർട്സിൽ വരാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ RTS എന്ന് പറഞ്ഞ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ് ബൈക്ക് ആക്സിഡൻസിലൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത്. അങ്ങനെ ആണെങ്കിൽ വെസൽ ഇഞ്ചുറി, വാസ്കുലർ ഇഞ്ചുറിയും കൂടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്യണം, നീ ഡിസ്ലൊക്കേഷൻ ഒക്കെ ആണെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ അതിന് CT ആൻജിയോ, അപ്പോൾ നെക്സ്റ്റ് ഒരു ലെവലും കൂടി മുകളിൽ പോവും. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ് CT ആൻജിയോ എന്ന് പറഞ്ഞ് വെസലിൻ്റെ കണ്ടീഷനും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. ബിക്കോസ് ചില സമയത്ത് ഡിസ്ലൊക്കേറ്റഡ് ആകുമ്പോൾ ചെറിയ ഇഞ്ചുറി ആയിരിക്കും ആ സമയത്ത്, പക്ഷെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും വെസൽ പിന്നെയും ഗിവ് അപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെസൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് കാലിലേക്ക് ശേഷക്കുറവ്, കാലിലേക്ക് രക്തസഞ്ചാരമൊക്കെ കുറവാണെങ്കിൽ പിന്നെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റാണ് എന്ത് ഇഞ്ചുറി പറ്റിയാലും. അത് പക്ഷെ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോ ഡോക്ടറിൻ്റെയും ഓരോ ഇതിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ ഡോക്ടർ, ഷോൾഡറിൻ്റെ തന്നെ ഇപ്പോൾ മസിൽസ് ഒക്കെ ടയറായി പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ചിലർക്ക് കൈ പാർഷ്യലി പൊക്കാൻ പറ്റും, ചിലർക്ക് ഒട്ടും കൈ പൊക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പരിഹാരം?
അപ്പോൾ ഷോൾഡർ ഇപ്പോൾ റൊട്ടേറ്റർ കഫ്, എസ്പെഷ്യലി മസിലിൻ്റെ ടയറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഷോൾഡറിന് റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറഞ്ഞ മസിൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ 4 മസിലിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അത് കാരണമാണ് നമ്മൾ കൈ പൊക്കുകയും താത്തുകയൊക്കെ ചെയ്യുന്നത്. ഷോൾഡർ ജോയിന്റ് ഒരു വെരി സൂപ്പർഫിഷ്യൽ ജോയിന്റ് എന്ന് പറയും. ഷോൾഡർ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ല, ഹിപ്പ് ജോയിന്റ് പോലെ ബോൾ ആൻഡ് സോക്കറ്റ് അല്ല, ചില ഒരു കപ്പിനകത്തല്ല ഇതിരിക്കുന്നത്. അത് ഉണ്ടാക്കിയേക്കുന്ന അല്ലെങ്കിൽ നേച്ചർ നമുക്ക് അങ്ങനെ ചെയ്തേക്കുന്നത് ബിക്കോസ് നമുക്ക് ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 360 ഡിഗ്രി മൂവ്മെന്റ് കിട്ടും. പക്ഷേ ഹിപ്പൊന്നും നമുക്ക് 360 മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സിൽ ഒന്നാണ് നമുക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ബിക്കോസ് വെരി സൂപ്പർഫിഷ്യൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ആവുന്ന ഒരു ജോയിന്റ് ആണ് ഷോൾഡർ. ഹിപ്പൊക്കെ അത്രയും ഡിസ്ലൊക്കേഷൻ ആവാനുള്ള ചാൻസസ് കുറവാണ്, അൺലെസ് ആക്സിഡൻസ് ഒക്കെ. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇഞ്ചുറിയാണ് റൊട്ടേറ്റർ കഫ് മസിൽ. അപ്പോൾ റൊട്ടേറ്റർ കഫ് മസിൽ കംപ്ലീറ്റ് ടയർ ആണോ പാർഷ്യൽ ടയർ ആണോ എന്നനുസരിച്ചാണ്. പാർഷ്യൽ ടയർ ആണ് ബിക്കോസ് അതിൽ ഒരു മസിലിൻ്റെ കുറച്ച് ഫൈബേഴ്സ് ആണ് ടയർ, അല്ലെങ്കിൽ 4 മസിലിൽ ഒരു മസിലാണ് ടയർ ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്കി മസിലിൻ്റെ സപ്പോർട്ടോടെ അല്ലെങ്കിൽ പാർഷ്യൽ ടയർ എന്ന് പറയും. പാർഷ്യൽ ടയർ ഒരു മസിൽ കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ എന്തായാലും നമ്മൾ സർജിക്കലി ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ മസിൽ അവിടെ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഓരോ മസിലിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ കൈ മുമ്പിലേക്ക് എടുക്കാൻ ഒരു മസിലുണ്ട്, ബാക്കിലേക്ക് എടുക്കാൻ ഒരു മസിലുണ്ട്, സൈഡിലേക്ക് പൊക്കാനുള്ള മസിൽ. അപ്പോൾ അങ്ങനെ 4 മസിൽ. അപ്പോൾ അതിൽ ഏത് മസിൽ കംപ്ലീറ്റ് ടയർ എന്ന് പറഞ്ഞാൽ ഫുൾ ത്രൂ ആൻഡ് ത്രൂ മസിൽ ടയർ ആയിട്ട് റിട്രാക്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സർജിക്കലി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സർജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കീ ഹോൾ ആണ് ചെയ്യുന്നത്. ആർത്രോസ്കോപ്പി എന്ന് പറയും നമുക്ക് ഞങ്ങളുടെ ഭാഷയിൽ. കീ ഹോൾ എന്ന് പറഞ്ഞാൽ ലേമാൻ പേഴ്സണിൽ കീ ഹോൾ സർജറി ആണ് ചെയ്തിട്ടാണ് നമ്മൾ ആങ്കറും കാര്യങ്ങളും വെച്ചിട്ട് ആ മസിൽ തിരിച്ച് ബോണിലേക്ക് പിടിപ്പിക്കുക ചെയ്യുക. അതാണ് കംപ്ലീറ്റ്. വേറെ എല്ലാത്തിനും കീ ഹോൾ സർജറി അല്ല ട്രീറ്റ്മെൻറ്റ്. പാർഷ്യൽ ടയറിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് അനാൽജസിക്സ് എന്ന് പറയും. എന്ത് ഇഞ്ചുറി പറ്റിയാലും റൈസ് എന്ന് പറയും. എന്നുവെച്ചാൽ റെസ്റ്റ്, ഐസ് പാക്ക്, കംപ്രഷൻ, എലിവേഷൻ എന്ന് പറയും. കൈ അനക്കാതെ വെക്കാന്നുള്ളതാണ്. ഇമ്മൊബിലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഇമ്മൊബിലൈസേഷൻ ചെയ്തിട്ട് അനാൽജസിക്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുത്ത് സ്വെല്ലിങ് ഇതും കുറയാനുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം ഒന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ അതിനൊക്കെ സർജറി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറപ്പി എന്ന് പറയും. അപ്പോൾ ഈ റെസ്റ്റ് കാര്യങ്ങൾ എടുത്തതിന് ശേഷം നെക്സ്റ്റ് സെഷൻ നമ്മൾ ഫിസിയോതെറപ്പി കൊടുക്കും പാർഷ്യൽ ടയറിന്. അങ്ങനെയാണ് പോകുന്നത്. അതല്ല എല്ലാത്തിനും. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന പോലെ എല്ലാത്തിനും സർജറി, എല്ലാത്തിനും ഇതല്ല. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അസസ് ചെയ്ത് പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മുറിവിന്റെ ആഘാതം. അതെ മുറിവിന്റെ ആഘാതം കൂടുന്ന അനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഇതും കൂടും. ഇപ്പോൾ ഡോക്ടർ ഐസ് പാക്കിന്റെ കാര്യം പറഞ്ഞു. പണ്ടൊക്കെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഒന്ന് വീണു, ഇവിടെ ഇടിച്ചു, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ട്, അല്ലെങ്കിൽ എവിടെ ഇടിച്ചാലും നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചൂട് പിടിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് നിങ്ങൾ ചൂട് പിടിക്കരുത്, നിങ്ങൾ ഐസ് പാക്സ് വെക്കൂ, അങ്ങനെ ചതവ് ഇതൊക്കെ വരുവാണെങ്കിൽ ഐസ് പാക്സ് വെക്കൂ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അല്ല, പണ്ട് മുതലേ എനിക്ക് തോന്നുന്നില്ല ഡോക്ടേഴ്സാണ് ചൂട് പിടിക്കാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാരുടെ രീതിയും കാര്യങ്ങളും വെച്ചാൽ അവര് എപ്പോഴും ചൂട് പിടിക്കാൻ പറയും. എന്ത് വന്നാലും ചൂട് പിടിക്കാൻ പറയുന്ന ചൂട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഇൻഫ്ലമേഷൻ കൂടുകയാണ്. ബിക്കോസ് അവിടെ വാസോ ഡയലിറ്റേഷൻ എന്ന് പറയും, ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ആ ഭാഗത്തേക്ക്. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കുറേ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട് വെച്ചാൽ അതൊക്കെ കംപ്ലീറ്റ് അവിടെ വന്ന് അടിഞ്ഞു കൂടി സ്വെല്ലിങ് കുറയാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഇനീഷ്യൽ അക്യൂട്ട് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ പറ്റിയ ഇഞ്ചുറീസ്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ആ സമയത്ത് പറ്റിയ ഇഞ്ചുറീസിന് യൂഷ്വലി ഐസ് പാക്ക് ആണ് വെക്കുന്നത്. ഐസ് പാക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വെസൽസ് ഒക്കെ കൺസ്ട്രിക്റ്റ് ആവും. അവിടെയുള്ള ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പണ്ടും ആരും ഇത് ചെയ്യാൻ. ബിക്കോസ് ഈ തിയറിയിലൊന്നും മാറ്റം വന്നിട്ടില്ല. ആകെ ആൾക്കാരിപ്പോൾ സ്പോർട്സ് മോർ കോമൺ ആണ്. എല്ലാവരും സ്പോർട്സ് കളിക്കുന്നതുകൊണ്ട് എല്ലാവരും സ്പോർട്സിലേക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾസിലും ഇതിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ സ്പോർട്സ് ഒന്നും വലിയ ഇതില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്പോർട്സ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചെറിയ ഐഡിയ ഉണ്ട്. അവിടെ എല്ലാത്തിനും സ്പോർട്സ് കോച്ചസ് ഉണ്ടാവും, അവരൊക്കെ ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടാവും. അവരൊക്കെ ഈ ഐസ് പാക്ക് കാര്യങ്ങളൊക്കെ ഇമീഡിയറ്റ്ലി കൊണ്ടു നടക്കുക. അവർ ഇമീഡിയറ്റ്ലി വെച്ച് ആണ് ഇപ്പോൾ ഈ ഐസ് പാക്ക് എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയത്. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റെസ്റ്റ് എന്ന് പറയും. ആദ്യം നമ്മൾ കാല് അനക്കാതെ വെക്കുക എന്നുള്ള റൈസിൽ എന്ന് പറഞ്ഞാൽ ഐസ് പാക്കാണ്. ഒന്ന് എന്തെങ്കിലും നമ്മൾ ടൈ ആയിട്ട് കംപ്ലൈൻറ്റ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാല്
അനക്കാതെ വെക്കാന്നുള്ളതാണ്. പലപ്പോഴും ഒരു നമ്മളിപ്പോ വീണ് ഒരു കാലിന്റെ മുട്ടിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത് പറ്റുമ്പോഴേക്കും എല്ലാവരും ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ആളെ നടത്തിയാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും അങ്ങനെ പാടില്ല അല്ലെ? ഇല്ല, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാതെ ഒരാളെ പിടിച്ച് വലിക്കുക കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അയാളെ പിടിച്ച് പൊക്കി അയാളെ കൊണ്ട് നടത്തിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമുക്ക് അറിയില്ല അത് ബോണി ഇഞ്ചുറി ആണോ അതോ ലിഗമെന്റ് ഇഞ്ചുറി ആണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാറിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവുന്നത് അയാളെ പുറത്തെടുക്കുമ്പോഴാണ്. ബിക്കോസ് നാട്ടുകാരൊക്കെ എല്ലാവരും പിടിച്ച് വലിച്ച് സാധനം പൊട്ടിച്ച് എടുക്കുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ ഇഞ്ചുറീസ് സംഭവിക്കുന്നത്, അയാൾ നെക്ക് ട്രോമ കാര്യങ്ങൾ. അതുകൊണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് ആംബുലൻസ് ഡ്രൈവേഴ്സ് തൊട്ട് എല്ലാവർക്കും ഹോസ്പിറ്റൽ ട്രെയിനിങ് ഉണ്ട് എല്ലാ കാര്യത്തിനും. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഇവർ എങ്ങനെയാണ് എടുക്കേണ്ടത്, ഈവൻ പബ്ലിക്കിന് വരെ ട്രെയിനിങ് ഇടയ്ക്ക് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മാറ്റിയിട്ട് സ്പൈൻ ബോർഡ് എന്ന് പറയും. ഇപ്പോൾ ആക്സിഡൻസിലൊക്കെ ആണെങ്കിൽ സ്പൈൻ ബോർഡ് പോലത്തെ ബോർഡ് വെച്ചിട്ട് ആളെ അതിനകത്ത് കെട്ടി കോളർ കാര്യങ്ങളൊക്കെ ഇട്ട് ഇഞ്ചുറി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അതേപോലെ സ്പോർട്സിൽ ഇവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ ഷൂ ഒക്കെ വലിച്ചൂരുക. അപ്പോൾ എന്തെങ്കിലും നമ്മൾ സാധാരണ അതുകൊണ്ടാണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ക്രേപ്പ് ബാൻഡേജോ കാര്യങ്ങൾ വെച്ചിട്ട് കെട്ടിയിട്ട് ആളെ കുത്താതെ വീൽ ചെയറോ അല്ലെങ്കിൽ നമ്മൾ മാച്ചസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ ഈ ട്രോളി. അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റുമോ ഇല്ല എന്നാണെങ്കിലും പോലും അവരെ ഒരു ബോർഡിൽ വെച്ചിട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചുറീസുമായിട്ട് ബന്ധപ്പെട്ട് കാലിന്റെ മുട്ടില് എന്തൊക്കെയാണ് പറ്റാറുള്ളത്? അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് സ്പോർട്സിൽ ഇഞ്ചുറി പറ്റുന്ന മുട്ടിനാണ്. ഇപ്പോൾ നമ്മൾ ഓടി പെട്ടെന്ന് ട്വിസ്റ്റിങ് കാര്യങ്ങൾ മോഷൻ വരുന്നതുകൊണ്ടാണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. അപ്പോൾ മുട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുട്ട് ഒരു ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും. ഒരു 2 ജോയിന്റിൻ്റെ മുകളിലാണ് ഓടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വേർഷൻ ആക്ച്വലി ഹിപ്പ് ജോയിന്റിലേക്ക് കണക്റ്റഡ് ആണ്, ഫീമർ ബോൺ എന്ന് പറയും. ഇത് താഴത്തെ ടിബിയ ഫിബുല 2 ബോൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ മൂവ്മെൻറ്റേ യൂഷ്വലി പാടുള്ളൂ, സ്ലൈറ്റ് റൊട്ടേഷൻസേ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ സ്പോർട്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ജോയിന്റ് നമുക്ക് സ്റ്റേബിൾ ആയിരിക്കും, വേറെ താഴത്തെ ജോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ആണ് ഇഞ്ചുറീസ് കൂടുതൽ ഉണ്ടാവുന്നത്. ഫുട്ബോളിൽ പോലെ ഒരാൾ പെട്ടെന്ന് ട്വിസ്റ്റിംഗ് ആൻഡ് ടേണിങ്, ബാസ്കറ്റ് ബോളിൽ നമ്മൾ ചാടി ഇറങ്ങി ലാൻഡ് ചെയ്യുമ്പോൾ ട്വിസ്റ്റിംഗ് ടേണിങ് ഉണ്ടാവും. ഈ റഗ്ബിയിലും കാര്യങ്ങൾ സഡൻ സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ മുട്ടിനകത്ത് തന്നെ ഇഷ്ടംപോലെ ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ട്. അപ്പോൾ മുട്ടിൽ കുറേ ലിഗമെന്റ്സ് ഉണ്ട്. അതിൽ മെയിൻ 4 ലിഗമെന്റ് 2 കൊളാട്രൽസ് എന്ന് പറയും, MCL LCL എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള ലിഗമെന്റ്സ് ആണ്. അത് മുട്ടിന് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ലിഗമെന്റ്. 2 ക്രൂഷ്യേറ്റ് ലിഗമെന്റ്സ് എന്ന് പറയും. ഒന്ന് ACL എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് യൂഷ്വലി മുട്ടിന് ഫ്രണ്ടിലേക്കുള്ള ലിഗമെന്റ് ആണ് ജോയിന്റിനകത്ത്. അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ മുട്ട് മുമ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 4ാമത്തെ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ PCL എന്ന് പറഞ്ഞ ലിഗമെന്റ് ആണ്. അത് പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ്. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബാക്കിലുള്ള ലിഗമെന്റ് ആണ്. അത് മുട്ട് ബാക്കിലേക്ക് വരാതിരിക്കാൻ. ഈ 4 ലിഗമെന്റ് മെയിൻ ലിഗമെന്റ്സ് ആണ്. ബാക്കി കുറെ മസിൽ നിൽക്കുന്നത്. അതിന്റെ ബലത്താണ് നമ്മൾ ഓടുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ട് ഒരു സൈഡിലേക്കോ പോകാനുള്ള സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ മെയിൻ കോമൺ ആയിട്ട് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ലിഗമെന്റ് ACL എന്ന് പറഞ്ഞാൽ TV-യിലും ഇതിലും. ബിക്കോസ് ഇപ്പോൾ ക്രിക്കറ്റ് IPL കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഋഷഭ് പന്തിന് ACL ഇഞ്ചുറി ഉണ്ടായിരുന്നു, മറ്റേ സൂര്യകുമാർ യാദവിന് ACL ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ACL ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ച് സ്പോർട്സിലേക്ക് വരുന്നത്. അപ്പോൾ ACL എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ലിഗമെന്റ് ആണ്. അത് ഈ ട്വിസ്റ്റിംഗ് മോഷനിൽ വരുമ്പോൾ ഇഞ്ചുറി ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ലിഗമെന്റ് ആയതുകൊണ്ട് അത് ആദ്യം പറയാം. ACL ലിഗമെന്റിൽ ടയർ വരുമ്പോഴാണ് അത് ACL ടയർ എന്ന് പറയുന്നത്. ACL ലിഗമെന്റിന് ഇഞ്ചുറി പറ്റുമ്പോൾ. ഓക്കെ, അതും 2 ടൈപ്പ് ഉണ്ട്. ഇതേപോലെ പാർഷ്യൽ ടയറും കംപ്ലീറ്റ് ടയർ എന്ന് പറയും. സ്വെല്ലിംഗ് ഉണ്ടാവും. മുട്ടിന് ഇനീഷ്യലി പറ്റുമ്പോൾ ചിലപ്പോൾ പ്ലെയറിന് പോപ്പ് സൗണ്ട് എന്ന് പറയും. ചിലപ്പോൾ പോപ്പ് സൗണ്ട് കേൾക്കാം, ഇങ്ങനെ പൊട്ടിയത് അറിയാൻ പറ്റും, പൊട്ടിയ സൗണ്ട് കേൾക്കാൻ പറ്റും മുട്ടിനകത്ത്. പൊട്ടിയ സൗണ്ട് കേട്ടാൽ അപ്പം തന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും. പുള്ളിക്ക് കാല് കുത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പെയിൻ ഉണ്ടാവും. വേറെ പക്ഷേ ACL
ACL മാത്രം പൊട്ടിയോണ്ട് ചിലപ്പോൾ ഒരാൾക്ക് ഡിസബിലിറ്റി വരണമെന്നില്ല, നടക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു ഇതുള്ള ലിഗമെന്റ്. കുറേ പേരൊക്കെ നമ്മളൊരു 1 month കഴിഞ്ഞിട്ടോ 2 months കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്, 1 year കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർ ബിക്കോസ് ഇത് വെച്ച് അവർ നടക്കും, ബിക്കോസ് അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഇഞ്ചുറി ഉള്ളൂ, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഇല്ല എന്നുള്ളതാണ്. അതായത് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവുമ്പോഴേ ഡോക്ടറിന്റെ അടുത്ത് വരുള്ളൂ. അതെ, തീരെ അവസ്ഥ. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ACL ഇഞ്ചുറിയുടെ കൂടെ ACL പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും. നടക്കാൻ പറ്റായിക ഒന്നുമില്ല, പക്ഷെ നടക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്, ആൾക്കാർ സഹിച്ച് നടക്കും. പക്ഷെ നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന്, ഓരോ തവണ നമ്മൾ നേരെ നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. വേറെ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോഴോ അൺഈവൻ സർഫസിൽ നടക്കുമ്പോൾ മുട്ട് തെന്നി തുടങ്ങും. മുട്ട് അതിന് ബക്ലിംഗ് എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട് മടങ്ങുമ്പോൾ മുട്ടിങ്ങനെ സഡൻലി നമുക്ക് മുട്ടിങ്ങനെ ജേക്കായ പോലെ ആവും, മുട്ട് ജേക്ക്. അതിങ്ങനെ ആയി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമ്മൾ ഈ മെനിസ്കസ് ഇഞ്ചുറി എന്ന് പറഞ്ഞ് ഉണ്ടാവുന്നത്. ഓക്കെ, മെനിസ്കസ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ, മെനിസ്കസ് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ 2 സൈഡിലും നമുക്ക്, മെനിസ്കസ് ഇഞ്ചുറിയുടെ കാരണം. അതെ, മെനിസ്കസ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ നമുക്ക് 2 സൈഡിൽ വാഷർ പോലത്തെ, നമ്മളിപ്പോൾ ലേമാൻ ഭാഷയിൽ പറഞ്ഞാൽ ടേബിളിൻ്റെ അടിയിലൊക്കെ വാഷർ ബുഷ് ഇടുന്ന പോലെ വാഷർ പോലത്തെ ഉള്ള സാധനമാണ് 2. ദാറ്റ് ഈസ് ടു പ്രിവെന്റ് കാർട്ടിലേജ് ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു നേച്ചറിന്റെ ഒരു മുട്ടിന്റെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടിലേജ് ഒരു പോലത്തെ സാധനമാണ്. അപ്പോൾ അതിന് ഇഞ്ചുറി വരുമ്പോൾ ആൾക്ക് പെയിൻ വന്നു തുടങ്ങും. അപ്പോഴാണ് യൂഷ്വലി ഡോക്ടറെ അടുത്ത് വരിക. എന്നിട്ട് നമ്മൾ ഹിസ്റ്ററി തിരിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുമ്പോൾ നേരത്തെ കുറച്ച് നാൾ മുമ്പ് എനിക്ക് ട്വിസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അന്ന് ഡോക്ടറെ കാണിച്ചില്ല, അല്ലെങ്കിൽ അന്ന് അവിടെ ലോക്കൽ ആരെങ്കിലും കാണിച്ചു, അവർ എക്സ്റേ എടുത്തു, ഒന്നുമില്ല എന്ന്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മെനിസ്കസ് ടയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു പരിഹാരം? അപ്പോൾ മെനിസ്കസ് ടയർ വരാതെ നോക്കലാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെനിസ്കസ് ടയർ വന്നു കഴിഞ്ഞാൽ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡെഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ചെറിയ ഭാഗത്ത് മാത്രം ബ്ലഡ് സപ്ലൈ ഉള്ളൂ. അപ്പോൾ അത് ഹീലിംഗ് പാർഷ്യലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഹീലാവും. പാർഷ്യൽ മേജർ ടയറൊക്കെ ആണെങ്കിൽ നമ്മൾ കീ ഹോൾ, ഇതേപോലെ പറഞ്ഞ പോലെ കീ ഹോൾ ചെയ്തിട്ട് റിപ്പയർ ചെയ്യണം. എസ്പെഷ്യലി യങ് പേഷ്യൻ്റ് ആണെങ്കിൽ അതങ്ങനെ കീ ഹോൾ സർജറി ഉണ്ട്, റിപ്പയറബിൾ ആണ്. കീ ഹോൾ സർജറി ഉണ്ട്. ഇപ്പൊ പുതിയ ഇതിൽ മെനിസ്കൽ ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മെനിസ്കസ് ടയർ ആണെങ്കിൽ നമുക്ക് സാധാരണ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4 to 6 മെനിസ്കസ് ഹീലിംഗ് എടുക്കുന്നത് യങ് ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 4 to 6 weeks എടുക്കും. ഓൾഡർ പീപ്പിളൊക്കെ ആണെങ്കിൽ 3 months വരെ ഹീലിംഗ് എടുക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഫുൾ റെസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. നമ്മളൊരു 2 to 3 weeks കഴിഞ്ഞിട്ട് നീ സ്ട്രെയിറ്റ് ഇട്ടിട്ട് ബ്രേസ് ഇട്ടിട്ട് വാക്ക് ചെയ്യാൻ പറയും. വെറസ് നീ ബെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ് കുറയ്ക്കാൻ പറയും. അതൊക്കെ ആക്ച്വലി 6 weeks to 2 months കഴിഞ്ഞിട്ടാണ് നീ ബെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് മടക്കിയുള്ള ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അത് ആക്ച്വലി നമ്മൾ മെനിസ്കസ് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട്, ബിക്കോസ് നീ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂവ്മെന്റ് വരും. നീ ബെൻഡുള്ള മൂവ്മെന്റ് വരുമ്പോൾ താഴെ ഇരിക്കൽ, ഇപ്പോൾ യോഗയിൽ ചില പോസസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെനിസ്കസ് ടയർസ് കൂടുതൽ അത് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പ്ലസ് ഈ ഓൾറെഡി റിപ്പയർഡ് മെനിസ്കസ് ആണെങ്കിൽ അതിന് ഹീലിങ്ങിന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ മെനിസ്കസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആസ് ഈ കീ ഹോൾ സർജറീസ് കഴിഞ്ഞ് ഭയങ്കര റെസ്റ്റ് എന്ന് പറയാൻ ഇല്ല. ഫിസിയോതെറപ്പി സ്റ്റാർട്ട് ചെയ്യും, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും, മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയും. ക്വാഡ്രിസെപ്സ് മസിലിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊക്കെയാണ് നമ്മൾ സപ്പോർട്ടീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെനിസ്കസിലേക്ക് ലോഡ് വരാതെ ഇരിക്കും, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടറെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാലിൻ്റെ ആംഗിൾ എടുക്കുവാണെങ്കിൽ പലപ്പോഴും ഷട്ടിൽ കളിക്കുമ്പോഴായാലും അതിലൊക്കെ ആംഗിൾ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവിടെയും ലിഗമെന്റിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പലപ്പോഴും അവിടെ ലിഗമെന്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് ആരും അറിയാറില്ല. അതൊരു വലിയ പ്രശ്നമാണ്, കാരണം അത് സിവിയറായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയാറുള്ളൂ. എന്താ ശരിക്കും ലിഗമെന്റിന് കാലിന്റെ ആംഗിളിൽ പറ്റി കഴിഞ്ഞാൽ നീര് കാണിക്കും, വേദന ഉണ്ടാവും, ഇതൊക്കെ തന്നെയാണോ ലക്ഷണങ്ങൾ? അതെ, ആങ്കിളിന്റെ ചുറ്റും സാധാരണ ആങ്കിളിന്റെ പുറത്തെ വശത്ത് ലാറ്ററൽ സൈഡിൽ വരുന്നതാണ് ഏറ്റവും കോമൺ. ബിക്കോസ് അകത്തേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നത് അൺകോമൺ ആണ്. നമ്മൾ നടക്കുന്ന രീതി, നമ്മുടെ മെക്കാനിക്കൽ ആക്സസ് എന്ന് പറയുന്നത്, നമ്മൾ നടക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അകത്തേക്കാണ് ട്വിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ കാര്യങ്ങളൊക്കെ ഈ എക്സ്ട്രീം ടേണിങ് ട്വിസ്റ്റിംഗ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അകത്തേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, അകത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആങ്കിളിൻ്റെ പുറം വശത്തുള്ള ലിഗമെൻ്റ് ആണ് യൂഷ്വലി കോമൺ ആയിട്ട് ടാരോ സ്പ്രെയിനോ ആവുന്നത്. അപ്പോൾ അവിടെ നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും, ഒരു പിൻ പ്രിക്കിംഗ് പോലത്തെ ഉള്ള പെയിൻ ഉണ്ടാവും. നമുക്ക് പേഷ്യൻ്റ് നടക്കാൻ പറ്റും, പക്ഷെ നടക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ പെയിൻ പ്രിക്കിംഗ്. പിന്നെ ഉള്ളത് ട്വിസ്റ്റ് ആവാന്നുള്ളതാണ്. നേരെ നടക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും ഇത് ചെയ്യുമ്പോഴാണ് പിന്നെയും സ്റ്റെപ്പ് കയറുമ്പോഴോ അൺഈവൺ സർഫസിലൊക്കെ നടക്കുമ്പോൾ കാല് പിന്നെയും ട്വിസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ലിഗമെന്റിന്റെ കാലിലെ ആംഗിളിന്റെ ലിഗമെന്റിന്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലെങ്കിൽ അത് സർജറിയിൽ അതെ കുറെ പേരൊക്കെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈനർ സ്പ്രെയിൻ ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ആങ്കിൾ ലിഗമെന്റ് സ്പ്രെയിൻ ആയിട്ട് ഒരാൾ വന്നത് സ്പ്രെയിൻ ആണോ കംപ്ലീറ്റ് ടയർ ആണോ എന്ന് ക്ലിനിക്കലി കുറച്ചൊക്കെ അസസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലിനിക്കലി അവിടെ തൊട്ട് നോക്കുമ്പോഴോ അവിടുത്തെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട്, അപ്പോൾ ഈ നല്ല ലിഗമെന്റ് കംപ്ലീറ്റ് ടയറൊക്കെ ആണെങ്കിൽ അവിടെ ഡിസ്കളറേഷൻ ഉണ്ടാവും, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്ലീഡിങ്, അകത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ട് അവിടെ കളർ ചേഞ്ച് ഉണ്ടാവും സ്കിന്നിന്. അപ്പോൾ നമുക്കറിയാം ഇത് സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി നമുക്ക് ക്ലിനിക്കലി. അപ്പോൾ ആളെ ക്ലിനിക്കലി പേഷ്യൻറ്റിനെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുറേ പേര് ഫോൺ വിളിച്ച് ചോദിക്കും, സാർ എനിക്ക് മെഡിസിൻ തരൂ, എനിക്ക് കാല് ട്വിസ്റ്റ് ആയിട്ടുണ്ട്, ആങ്കിൾ ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇല്ല, വന്ന് കാണിക്കണം. ബിക്കോസ് ഇത് കാണിക്കാനുള്ള കാരണം ഇതാണ്, ഇത് അവിടെ ലിഗമെന്റ്സ് സ്പ്രെയിൻ ആണോ. അപ്പോൾ മൈനർ സ്പ്രെയിൻ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക് ഹീലാവും, കുറച്ച് നാൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ടയർ ആണ് അല്ലെങ്കിൽ ലിഗമെന്റ് ടയർ ആണെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളത് അത് സർജറിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇനീഷ്യലി നമ്മൾ എല്ലാത്തിനും കൺസർവേറ്റീവ്, ആങ്കിൾ ആയതുകൊണ്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ പ്ലാസ്റ്ററും കാര്യങ്ങളിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അതിനുള്ള പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ട് അത് കൊണ്ടും ഹീലാവുന്നില്ല, അത് ഊരിയിട്ടും പ്ലാസ്റ്ററൊക്കെ ഊരിയിട്ടും പുള്ളിക്ക് നടക്കുമ്പോൾ ട്വിസ്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ MRI ചെയ്ത് നോക്കിയിട്ട് MRIയിൽ കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ ആ ലിഗമെന്റിന് റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ആ പൊട്ടിയ ലിഗമെന്റിന് പകരം വേറെ ലിഗമെന്റ് എടുത്ത് വെക്കാൻ ഉള്ള, അതിൻ്റെ അടുത്തുള്ള ലിഗമെന്റ് എടുത്ത് അതിന് പകരം വെക്കാനുള്ള ഇത് ചെയ്യാറുണ്ട്. അങ്ങനെ ലിഗമെന്റ് പകരം വെക്കാനും സാധിക്കുന്നു. അതെ സെയിം കണ്ടീഷനാണ് ACL-ലും. ACL നേരത്തെ പറഞ്ഞ ഇഞ്ചുറിയിൽ ACL ഇഞ്ചുറിയാണ് മെയിൻ കോമൺ ആയിട്ടുള്ള ഇഞ്ചുറി. അപ്പോൾ ACL ടയർ എന്ന് പറഞ്ഞാൽ മെനിസ്കസിനെക്കാട്ടും ACL ടയർ ആണ് കോമൺ. അപ്പോൾ ACL ടയറിനും ആക്ച്വലി പാർഷ്യൽ ടയർ ആണ്. അതിൽ ACL 2 ബണ്ടിൽ എന്ന് പറയും, 2 ബണ്ടിലായിട്ടാണ് ഉണ്ടാക്കിയത്, 2 ബണ്ടിലുടെ വേണം. അപ്പോൾ ആ ഒരു ബണ്ടിലാണ് ടയർ, ഒരു പാർഷ്യൽ ടയർ, ഒരു ബണ്ടിൽ ടയർ ഇല്ല എന്നുണ്ടെങ്കിൽ പാർഷ്യൽ ടയർ, അത് വെച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്, അതിൽ ഒന്നും ചെയ്യാതെ വിടാറുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ടയർ ആണ്, 2 ബണ്ടിലും ടയർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബക്ലിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും മുട്ടിന്. ബക്ലിംഗ് എന്ന് പറഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്, അതും നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് നമുക്ക് ലാക്സിറ്റി ഫീൽ ചെയ്താൽ, അതിന് പല ടെസ്റ്റുകളുണ്ട്, അത് ചെയ്ത് നോക്കുമ്പോൾ ഫീൽ ചെയ്താൽ പ്ലസ് MRIയിലും കംപ്ലീറ്റ് ടയർ എന്ന് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ACL റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. റിപ്പയറിന് അത്രയും ഒരു റോളില്ല. ACL റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ACL റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ലിഗമെന്റിന് പകരം വേറെ ലിഗമെന്റ് എടുത്ത് വെക്കാന്നുള്ളതാണ്. സെയിം സൈസും സ്ട്രക്ചറും ഉള്ള ലിഗമെന്റ്സ് ഉണ്ട്. യൂഷ്വലി കോമൺ ആയിട്ട് ACL ലിഗമെന്റ് നമ്മൾ എടുക്കുന്നത്, റീകൺസ്ട്രക്ഷൻ എടുക്കുന്ന ഇത് ഹാംസ്ട്രിങ് ടെൻഡൻ എന്ന് പറയും. നമ്മുടെ ഹാംസ്ട്രിങ് മസിലിന്റെ തൊട്ട് കാലിന്റെ അടിയിലുള്ള ഹാംസ്ട്രിങ് മസിലിന്റെ ടെൻഡൻ ആണ്. അല്ലെങ്കിൽ ആങ്കിളിന്റെ അവിടെ നിന്ന് പെറോണിയസ് ടെൻഡൻ എന്ന് പറഞ്ഞ് എടുക്കും, അല്ലെങ്കിൽ ക്വാഡ്രിസെപ്സ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ടെൻഡനുകളുണ്ട് ഇന്ന് എടുക്കാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ട് ഇതിന് പകരം, ബിക്കോസ് അതിന്റെ സെയിം സൈസും കൺസിസ്റ്റൻസിയും ഷേപ്പും കാര്യങ്ങളെല്ലാം ആയിരിക്കണം. ഇത് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ പറ്റൂല. ഓക്കെ, പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ACL പ്രോട്ടോകോൾ ഇതാണ്, നമ്മൾ നടക്കാൻ പറയും, ആൾക്ക് സെക്കൻഡ് ഡേ തൊട്ട് നടക്കാൻ പറയും വിത്ത് ബ്രേസ്. പക്ഷേ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, നീ ബെൻഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓരോ വീക്ക് പല ഡിഗ്രി വെച്ചിട്ട് മടക്കി കൊണ്ടുവന്നിട്ട് ഒരു 1 മന്ത് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 90 ഡിഗ്രി മടക്കുന്ന രീതിയിൽ, മുട്ട് മടക്കുന്ന രീതിയിൽ. പക്ഷേ അതിൻ്റെ ഒപ്പം പുള്ളി നടക്കുന്നുണ്ടാവും. ഫിസിയോതെറപ്പി ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എന്ന് പറയും, ഹാംസ്ട്രിങ് ക്വാഡ് സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ ഈ കാര്യം. എല്ലാ ട്രീറ്റ്മെന്റ്സിലും ഫിസിയോതെറാപ്പിക്ക് വലിയൊരു ഭാഗമുണ്ട്. ഫിസിയോതെറപ്പി എനിക്ക് തോന്നുന്നു ഓർത്തോയുടെ മെയിൻ ഭാഗമാണ് ഒരു പകുതി ഫിസിയോതെറപ്പി. ഒരു നല്ല ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ പകുതി ഈ ഇഞ്ചുറി പ്രോബ്ലംസ് ഒക്കെ അതിൽ തന്നെ സോൾവ് ആവും.
ഡോക്ടറെ, ഇപ്പോൾ ഈ ACL ടയർ സംഭവിച്ച ഒരാൾക്ക് ഇപ്പോൾ അയാളുടെ സാധാരണ നോർമൽ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്കൊക്കെ എപ്പോൾ തിരിച്ചു പോകാൻ പറ്റും? അതെ, ഇപ്പോൾ നമ്മൾ ACL ടയർ പാർഷ്യൽ ടയർ ആണെങ്കിൽ നമ്മൾ ഫിസിയോതെറപ്പി മാത്രം ചെയ്യും. ഫിസിയോതെറപ്പി ചെയ്തിട്ട് നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 3 months വരെ നമ്മൾ സ്റ്റാറ്റിക് എക്സസൈസസ് എന്ന് പറയും ഫിസിയോതെറപ്പിയിൽ. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അയാളുടെ സ്ട്രെങ്ത് അസസ് ചെയ്തിട്ടാണ് തിരിച്ച് കൊണ്ടുപോകുന്നത്. വേറെ ACL കംപ്ലീറ്റ് ടയർ ആണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ, നമ്മൾ ഈ പറഞ്ഞ കീ ഹോൾ സർജറി കഴിഞ്ഞ ഒരാൾക്കാണ്. ഇപ്പോൾ പല സ്പോർട്സ് പേഴ്സണിന് കീ ഹോൾ സർജറി കഴിഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ സിവിയർ സ്പോർട്സ് പ്രോട്ടോക്കോൾ എന്ന് പറയും, ഫിസിയോയിലേക്ക് ഇടും. എന്നിട്ട് അവരെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ് ടു 1 or 2 months വരെ നമ്മൾ ഈ ഫിസിയോതെറപ്പിയിൽ വെയിറ്റ് ട്രെയിനിങ് അല്ലാത്ത എക്സസൈസസ് ചെയ്യിപ്പിക്കും. ഈ ക്ലോസ് ലൂപ്പ് എക്സസൈസസ് എന്നൊക്കെ പറഞ്ഞ് എക്സസൈസ് ചെയ്യിപ്പിക്കും. അതിലും ഈ മസിൽ സ്ട്രെങ്തനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് 3 months ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റ് ട്രെയിനിങ്ങും ബാലൻസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഇവർക്ക്. ബാലൻസ് അതൊക്കെ ചെയ്തിട്ട് ഒരു 7 to 8 months അല്ലെങ്കിൽ 8 to 9 months ആണ് പറയുന്നത് അവർക്ക് തിരിച്ച് സ്പോർട്സിലേക്ക്. ബിക്കോസ് ACL നമ്മൾ വെക്കുന്ന ACL ഒരു ഡെഡ് സ്ട്രക്ചറാണ്. ഓക്കെ, അത് നമ്മുടെ ബോഡിയുടെ പാർട്ടായിട്ട് അതിലേക്ക് ബ്ലഡ് സപ്ലൈ, ബോണിൽ നിന്ന് ബ്ലഡ് സപ്ലൈയും താഴത്തെ ബോണിൽ നിന്ന് ഈ 2 ബോണും കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്തിട്ടാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബോണിൽ നിന്ന് ഈ ബോണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ബോണിൽ നിന്ന് 2 ബോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ 2 ബോണിൽ നിന്നുള്ള ബ്ലഡ് സപ്ലൈ അതിലേക്ക് വരണം. അപ്പൊ അതിനുള്ള ടൈമാണ് ഇതിന് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ACL ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. മിക്ക ആൾക്കാർക്കും ലേ പേഴ്സൺ കുറേ പേർക്ക് അറിയില്ല. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഉണ്ട്. ഈ ACL പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള കണക്ഷൻ, പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടാനുള്ള ഒരു കണക്ഷൻ ACL പൊട്ടിക്കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതും തിരിച്ചു വരാനുള്ള ഒരു സമയമാണ് ഒരു 8 to 9 months. അപ്പോൾ 8 to 9 monthsലാണ് നമുക്ക് ഇത് തിരിച്ച് സ്പോർട്സിലേക്ക് ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. വെരി പ്രൊഫഷണൽ ആണെങ്കിൽ അവർ കുറേ വേറെ തെറപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്, ബിക്കോസ് അവർക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും കയറിയില്ലെങ്കിൽ അവരുടെ പൊസിഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് അവരെ കുറച്ചും കൂടി എന്നാലും 6 to 7 months എടുക്കും അവരെ തിരിച്ച് സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നു. നേരത്തെ പറഞ്ഞ ACL ലിഗമെന്റ് ടയർ കൂടാതെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പല ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടാവും മുട്ടിന്. അതിൽ മോളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത് പെറ്റല്ല എന്നാണ്, ചെട്ട എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ ഇതിലെല്ലാവരും ചെട്ടയുടെ ഫ്രാക്ചറൊക്കെ അത് ആക്സിഡൻസിലും ഇതിലും പറ്റുന്ന ഫ്രാക്ചർ ഉണ്ടാവാം. അത് കൂടാതെ ലിഗമെന്റ് ഇഞ്ചുറീസിൽ വരുമ്പോൾ സാധാരണ ചെട്ട ഡിസ്ലൊക്കേറ്റ് ആവാണ് കാണുന്നത്. അത് യൂഷ്വലി കോൺടാക്ട് സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ ബാസ്കറ്റ് ബോൾ പോലത്തെ അല്ലെങ്കിൽ കബഡി പോലത്തെ ആരെങ്കിലും വന്ന് നേരിട്ട് വന്ന് നമ്മുടെ ഡയറക്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ മുട്ട് പെട്ടെന്ന് മടങ്ങിപ്പോയി ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ മുട്ടിൻ്റെ ചെട്ട ഡിസ്ലൊക്കേറ്റ് ആവും. അപ്പോൾ യൂഷ്വലി ഡിസ്ലൊക്കേറ്റ് ആവുന്ന കണ്ടീഷൻ അകത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ആവും, പക്ഷേ ലെസ് ചാൻസ് ആണ് പുറത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ആവുകയാണ് ചെയ്യുന്ന ലാറ്ററൽ സൈഡ് എന്ന് പറയും. അതിൻ്റെ കാരണം MPFL എന്ന് പറഞ്ഞൊരു മെയിൻ ലിഗമെന്റ് ഉണ്ട് മുട്ടിന്. അതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെബിലൈസർ. അത് മീഡിയൽ പെറ്റലോഫിമറൽ ലിഗമെന്റ് എന്ന് പറഞ്ഞ ലിഗമെന്റ്. അത് പൊട്ടുമ്പോഴാണ് സാധാരണ ചെട്ട അൺസ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഞങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ഓൾറെഡി ഡിസ്ലൊക്കേറ്റ് ആയത് തിരിച്ചു വീണിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാൻ പറ്റില്ല. ഒൺലി തിങ് ക്ലിനിക്കലി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ സ്പോട്ടിൽ ലിഗമെന്റ് പെയിൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് പിന്നെയുള്ള കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ. ബിക്കോസ് തിരിച്ച് നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ എല്ലാം നോർമലായിരിക്കും, തിരിച്ച് വീണിട്ടുണ്ടാവും. ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഞങ്ങളാണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസ്ലൊക്കേറ്റ് ആയി എന്നുള്ളത്. രണ്ടാമത്തത് അത് പിന്നെ ഈ പറഞ്ഞ പോലെ MRI ആണ് ഇതിന് മെയിൻ സ്റ്റേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ലിഗമെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ ചെറിയ ടാസ് ആണ്, 1 time ആണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. നമ്മൾ ബ്രേസ് പോലത്തെ സാധനം ഇട്ട് ആളോട് കുറച്ച് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ നടക്കാതിരുന്ന് പിന്നെ ഫിസിയോതെറപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത്. ഒന്നിന് കൂടുതൽ ഡിസ്ലൊക്കേഷൻ ടൈം വന്നു. അപ്പോൾ ഒരാൾ ഡിസ്ലൊക്കേറ്റ് ആയാൽ ഒന്നിന് കൂടുതൽ ഡിസ്ലൊക്കേറ്റ് ആവാം. അങ്ങനെ ആണെങ്കിൽ പിന്നെ അതിന് അതിന് റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അതിന് നമ്മൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ആ MPFL മാത്രം അതിന് പകരം വേറെ ലിഗമെന്റ് എടുത്ത് വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യും, സോ ദാറ്റ് ഇത് പിന്നെ ഡിസ്ലൊക്കേറ്റ് ആവാതിരിക്കുക. അതിൽ പിന്നെ രണ്ടാമത്തെ കോമൺ ആയിട്ട് വരുന്നതാണ് ACL എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിലുള്ള ലിഗമെന്റ് PCL എന്ന് പറഞ്ഞാൽ അതും കോമൺ അല്ല, പക്ഷെ ഇപ്പോൾ ഒരു 10 ACL ഉണ്ടെങ്കിൽ അതിൽ ഒരു PCL ആയിരിക്കും ഇഞ്ചുറീസ് വരുന്നത്. അതും ഈ സ്പോർട്സിലൊക്കെ വരുന്ന ഇഞ്ചുറീസ് ആണ്. PCLും ഈ ACL പറഞ്ഞ പോലെ
ഈ PCL കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ PCL തന്നെ ബോണി അവൽഷനാണ്, PCL പൊട്ടിയിട്ട് ബോണോടെ പറഞ്ഞു പോരാം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതും കീ ഹോൾ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. PCL കംപ്ലീറ്റ് ടയർ ആണെങ്കിലും കംപ്ലീറ്റ് ഇത് വരും. അത് കൂടാതെ സൈഡിൽ 2 ലിഗമെന്റ്സ് നേരത്തെ പറഞ്ഞത് കൊളാട്രൽ ലിഗമെന്റ്സ് എന്ന് പറയും, ഈ MCL LCL, അതാണ് നമ്മുടെ അത് മെയിൻ സ്റ്റെബിലൈസർ. അതില്ലെങ്കിൽ മുട്ട് ഒരു ഭാഗത്തേക്ക് ചെരിയാനോ സാധ്യതകൾ കൂടുതലാണ്. അത് ഐസൊലേറ്റഡ് ആണ്, അത് മാത്രമാണെങ്കിൽ സാധാരണ ഒന്നും ചെയ്യാറില്ല. ഈ ഇഞ്ചുറീസിന്റെ ഒപ്പമാണ് അത് വന്നേക്കുന്നെങ്കിൽ അത് മൾട്ടി ലിഗമെന്റ് ഇഞ്ചുറീസിൽ പെടും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് അത് എത്രത്തോളം ഓപ്പണിംഗ് വരുന്നുണ്ട്, എത്രത്തോളം അതിന് ഡാമേജ് ഉണ്ട്, അത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ആ സമയത്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും റീകൺസ്ട്രക്ട് ചെയ്യണം. അതുകൂടാതെ ചുറ്റും കുറേ മസിൽസ് ഉണ്ട് മുട്ടിന് ചുറ്റും, അതിനും ഇപ്പോൾ PLC എന്ന് പറഞ്ഞ ലിഗമെന്റ്, പോസ്റ്റോ ലാറ്ററൽ കോർണൽ, മീഡിയോ ലാറ്ററൽ കോർണൽ എന്ന് പറഞ്ഞ് കുറേ ലിഗമെന്റ്സ് ഉണ്ട്. അതും ഇപ്പോൾ കുറേ ഇതിലേക്ക് വരുന്നുണ്ട്. അതിൽ കുറച്ച് ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മൾ റീകൺസ്ട്രക്ഷൻ സാധനം കാണാൻ മൾട്ടി ലിഗ് സ്പോർട്സ് കൂടുന്ന അനുസരിച്ച് ലിഗമെന്റ് ഇഞ്ചുറീസ് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ ഇത്രയും നേരം ഞങ്ങളോട് സ്പോർട്സ് സർജറിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.